നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, ഇത് തെറ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിച്ചു, ഇത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? കേദാ സമരവും ചമ്പാരൻ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? ഇതിൽ അംഗമല്ലാത്തത് മൗണ്ട് ബാറ്റൺ പ്രഭു, ഇർവിൻ പ്രഭു, ഇവ രണ്ടും അല്ലാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ് ഇവരുള്ളവരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിൽ ബന്ധമില്ലാത്തത് രണ്ടാമത്തെയാണ് ഇല്ലാത്തത്. 1790 നടപ്പിലാക്കിയത്, ശരിയാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, ഇത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ് രമാബായി. ആര്യ മഹിളാ സഭ രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതനവർദ്ധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ എ ഹിന്ദ് എന്ന ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതീക്ഷിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ എ ഗൈഡിലിയു. ചൗരി ചൗരി സംഭവം നടന്ന വർഷം? ഓപ്ഷൻ എ ആണ് 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് വസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ഓപ്ഷൻ സി ആണ് വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത? ഓപ്ഷൻ എ അരുണ അസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി ആണ് റാഷ് ബിഹാരി ബോസ്. തെബാഗ സമരം നടന്നത് എവിടെ? ഓപ്ഷൻ ഡി ആണ് ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? ഓപ്ഷൻ ബി സംവാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ബി ആണ് 1929 ലാഹോർ സമ്മേളനം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. 1929 ലാഹോർ സമ്മേളനത്തെ ബേസ് ചെയ്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്തോളുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. ഒന്നുകൂടെ നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒന്നുകൂടെ നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് 1946 ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്.
ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ചേരുംപൊടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി ആണ് 1855 മുതൽ 1856 വരെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ സി ആണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? 1857 മെയ് 10. ഒന്നുകൂടെ നോക്കാം. സാന്താൾ കലാപം നടന്ന വർഷം 1855, 1856 വർഷങ്ങളിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം? ഓപ്ഷൻ ഡി ആണ് ആഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം? ഓപ്പറേഷൻ വിജയ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ? ഓപ്ഷൻ എ ആണ് ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി ആണ് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനം നടന്നത് 1929 അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു ആണ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് റാണി ഝാൻസി റെജിമെൻറ്റ്. സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് താജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി ആണ് അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ആണ് റാണി ഗൈഡിലിയു.
താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ഓപ്ഷൻ ഡി ആണ് BR അംബേദ്കർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കറാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏതു നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി ആണ് റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. അടുത്തത് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണിത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സാർ സ്ഥാനം ഉപേക്ഷിച്ചു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, 1ഉം 3ഉം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. 1956 നവംബർ 1-ാം തീയതി ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്, കാൺപൂരിൽ നാനാ സാഹിബ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. 1956 നവംബർ 1-ാം തീയതി ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. പിന്നെ 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്, കാൺപൂരിൽ നാനാ സാഹിബ്. അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശരിയാണ്. പിന്നെ വരുന്നത് ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. ഇതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ 1ഉം 3ഉമാണ്. VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമാണ് നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവച്ച വ്യക്തികൾ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, 1ഉം 2ഉം. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. തെറ്റാണ്. 52 സെക്കൻഡാണ് വേണ്ടത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. ശരിയാണ്. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു
ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇവയാണ് ബന്ധമല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ഓപ്ഷൻ എ ആണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ചൗരി സംഭവം നടന്നത് 1922 ആ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഓപ്ഷൻ സി ആണ് ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഓപ്ഷൻ എ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ.